2 രാജാക്കന്മാർ 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്കു ഹെഫ്സീബ എന്നു പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു ബാലിനു ബലിപീഠങ്ങളുണ്ടാക്കി. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠിച്ചു. ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരൂശലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവനു അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. ഈ ആലയത്തിലും യിസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശെ അവരോട് കൽപ്പിച്ച സകല ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിന്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടലയുവാൻ ഇടവരുത്തുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ്ശെ അവരെ തെറ്റിച്ചു കളഞ്ഞു. ആകയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം അരുളിച്ചതെന്നാൽ യഹൂദരാജാവായ മനശ്ശെ തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന അമോര്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി ഈ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിരിക്കയാലും തന്റെ വിഗ്രഹങ്ങളെക്കൊണ്ടു യഹൂദിയെയും പാപം ചെയ്യിക്കയാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ യെരൂശലേമിനും യഹൂദയ്ക്കും വരുത്തും. ഞാൻ യെരൂശലേമിന്മേൽ ശമര്യയുടെ അളവുനൂലും ആഹാബ് ഗ്രഹത്തിന്റെ തൂക്കക്കട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തിവെക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ യെരൂശലേമിനെ തുടച്ചു കളയും. എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ചു അവരെ അവരുടെ ശത്രുക്കളുടെ കൈയിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും. അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നെ കോപിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അത്രയുമല്ല, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനശ്ശെ യഹൂദയെക്കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ അവൻ യെരൂശലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിഹ്നിച്ചു. മനശ്ശെയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മനശ്ശെ തന്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ചു. അരമനയുടെ തോട്ടത്തിൽ ഉസ്സയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മെശുല്ലേമേർ എന്നു പേർ. അവൾ യൊത്ബാക്കാരനായ ഹാരൂസിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്നു. തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെയും സേവിച്ച് നമസ്കരിച്ചു. അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു. യഹോവയുടെ വഴിയിൽ നടന്നതുമില്ല. എന്നാൽ ആമോന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെ ഒക്കെയും കൊന്നു. ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. ആമോൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഉസ്സയുടെ തോട്ടത്തിലെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോശിയാവ് അവന് പകരം രാജാവായി.